ഫേസ്ബുക്കിലൂടെ അയ്യപ്പനെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ രഹ്ന ഫാത്തിമയ്ക്കെതിരെയുള്ള കേസിലെ തുടർ നടപടി പത്തനംതിട്ട പോലീസ് നിർത്തിവെച്ചു. പോസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മെറ്റയിൽ നിന്ന് ലഭ്യമായില്ലെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ചേരുന്നു. ശ്രീരാജ്, ഏതായാലും പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. കോടതി ഇക്കാര്യത്തിൽ എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ ഈ റിപ്പോർട്ടിലെ? ലക്ഷ്മി, 2018 ഈ കേസിന് ആസ്പദമായ ഫേസ്ബുക്ക് പോസ്റ്റ് രഹ്ന ഫാത്തിമ ഇട്ടത്. അയ്യപ്പനെ അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാരോപിച്ചുകൊണ്ട് BJP നേതാവായ രാധാകൃഷ്ണ മേനോൻ പോലീസിൽ പരാതി നൽകി. പോലീസ് അന്ന് മുതൽ കേസ് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ മെറ്റയിൽ നിന്നും ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിലവിൽ പോലീസ് ആ കേസ് അന്വേഷിക്കുന്നത് താൽക്കാലികമായി മാത്രം നിർത്തിവെച്ചത്. എപ്പോഴാണോ തെളിവ് ലഭിക്കുന്നത് അപ്പോൾ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന നിലപാടാണ് പോലീസ്. അത് കോടതിയെ അറിയിക്കുകയും ചെയ്തു. BJP നേതാവിനെ അറിയിക്കുകയും ചെയ്തു. താൽക്കാലികമായി മാത്രമാണ് നിലവിൽ ഈ കേസ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. എപ്പോഴാണോ ഈ കേസിൽ മെറ്റയുടെ ഭാഗത്തു നിന്നും ഒരു തെളിവ് ലഭിക്കുന്നത് ആ ഘട്ടത്തിൽ കേസ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് നിലപാടാണ് പോലീസിനുള്ളത്. പക്ഷേ ഈ കേസ് ഇതിൽ മെറ്റയുടെ ഭാഗത്തു നിന്നും ഈ തെളിവുകൾ ലഭിക്കുന്നത് അത്ര കണ്ട് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ കേസ് എത്തരത്തിലായിരിക്കും മുന്നോട്ട് പോവുക എന്നത് ഒരു ആശങ്കയാണ്. ലക്ഷ്മി, ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.